സൂര്യനെ പോലെ തന്നെ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനുള്ള മറ്റൊരു കാരണക്കാരനാണ് ചന്ദ്രൻ. ഭൂമിയിലെ ജീവനും സമുദ്രവും എന്തിനേറെ പറയുന്നു, ഈ ഭൂമി കൃത്യസമയത്ത് കറങ്ങുന്നത് പോലും ഈ ചന്ദ്രൻ കാരണമാണ്. ഇങ്ങനെയുള്ള ചന്ദ്രൻ പെട്ടെന്നൊരു രാത്രി ആകാശത്ത് നിന്നും ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ് പിന്നീട് സംഭവിക്കുക? ഭൂമിയിൽ നിന്ന് ഏകദേശം 3,84,400 കിലോമീറ്ററുകൾക്ക് അകലെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചന്ദ്രൻ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു പോയി കഴിഞ്ഞാൽ അത് 1.3 സെക്കൻഡ് സമയം കൊണ്ട് അതിന്റെ മാറ്റങ്ങൾ ഭൂമിയിൽ അറിയാൻ സാധിക്കും. അതായത് ചന്ദ്രനിൽ നിന്ന് നിലാവ് വെളിച്ചം ഭൂമിയിൽ എത്താനായിട്ട് ഏകദേശം 1.3 സെക്കൻഡ് സമയം മാത്രം മതി. ചന്ദ്രൻ ഒരിക്കലും സ്വന്തമായി പ്രകാശിക്കാൻ കഴിയില്ലെന്നും സൂര്യനിൽ നിന്നുള്ള വെളിച്ചം പ്രതിഫലിച്ചാണ് പിന്നീട് ചന്ദ്രൻ തിളങ്ങുന്നതെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സെക്കൻഡ് സമയം കഴിയുന്നതോടുകൂടി ഭൂമിയിലെ രാത്രിയായിരുന്ന സ്ഥലങ്ങളിലെ കാടുകൾ, വൈദ്യുതി ഇല്ലാത്ത ഗ്രാമങ്ങൾ എന്നിവയിലെല്ലാം കടുത്ത ഇരുട്ട് നിറഞ്ഞിട്ടുണ്ടാകും. അതേസമയം വലിയ നഗരങ്ങളിലാണെങ്കിൽ അവിടെ മനുഷ്യൻ നിർമ്മിച്ച വൈദ്യുതി കാരണം ചന്ദ്രൻ മാഞ്ഞു പോയതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ സമയം മുന്നോട്ട് പോകും തോറും ആ പറഞ്ഞ നഗരങ്ങളിലെ ആകാശവും പതിയെ കറുത്ത ഇരുട്ട് മൂടിയിട്ടുണ്ടാകും. ഇതേ സമയം സമുദ്രത്തിലാണെങ്കിൽ ചന്ദ്രന്റെ നിലാവില്ലാത്തതോടുകൂടി പൊങ്ങി വന്ന തിരമാലകളെല്ലാം അതേപടി താഴേക്ക് വീഴും. ഇനി ഭൂമിയുടെ മറുഭാഗത്ത്, അതായത് പകലായിരുന്ന പ്രദേശങ്ങളിലെല്ലാം സൂര്യന്റെ വെളിച്ചം ഉള്ളത് കൊണ്ട് തന്നെ ചന്ദ്രൻ പെട്ടെന്ന് മാഞ്ഞു പോയതോടുകൂടി അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അവിടെയും സമുദ്രങ്ങളിൽ മുമ്പ് പറഞ്ഞതുപോലെ തിരമാലകൾ ഇല്ലാതാകും. കടലോര മേഖലയിൽ ആളുകൾക്ക് കടലിലെ വെള്ളം പെട്ടെന്ന് തന്നെ പിന്നോട്ട് വലിയുന്നതായി കാണാൻ സാധിക്കും. സാധാരണ സുനാമി ഉണ്ടാകുന്നതിന് മുമ്പെയാണ് കടലിലെ വെള്ളം ഇങ്ങനെ ഉൾവലിയാറുള്ളത്. ഇത് കാണുന്നതോടുകൂടി തീരദേശ പ്രദേശങ്ങളിലെ ആളുകൾക്കുള്ളിലെല്ലാം വലിയ രീതിയിൽ ആശങ്കകൾ ഉണ്ടാകാൻ തുടങ്ങും. ഇതുപോലെ ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ ഭൂമിയിൽ നടക്കാൻ പോകുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. ചന്ദ്രൻ ഇല്ലാതായി ഒരു മണിക്കൂർ സമയം പിന്നിടുമ്പോൾ ആ ഭാഗങ്ങളിലെ നക്ഷത്രങ്ങളെല്ലാം നല്ല വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങാൻ തുടങ്ങും. അതുപോലെ തന്നെ ഈ സമയത്ത് നഗരങ്ങളിലെ ഇരുട്ട് പതിയെ കൂടി വരുന്നുണ്ടാകും. ചന്ദ്രൻ ഇല്ലാതായി ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ മനുഷ്യനേക്കാൾ പ്രയാസം നേരിടുന്നത് രാത്രിയിൽ പുറത്തിറങ്ങുന്ന ജീവികളായിരിക്കും. രാത്രി കാലങ്ങളിൽ ഇര പിടിക്കാൻ ഇറങ്ങുന്ന മൂങ്ങകൾ, വവ്വാലുകൾ പോലുള്ളവ ചന്ദ്രന്റെ നിലാവിന്റെ വെളിച്ചത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പെട്ടെന്ന് ചന്ദ്രന്റെ വെളിച്ചം ഇല്ലാതായതോടുകൂടി അവയെല്ലാം താളം തെറ്റി താഴേക്ക് വീഴും. ഇതേ സമയം മുമ്പ് പറഞ്ഞതുപോലെ സമുദ്രത്തിലും വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാകും. അങ്ങനെ സമയം മുന്നോട്ട് പോകുന്തോറും ഭക്ഷ്യ ശൃംഖലയിൽ പല രീതിയിലുമുള്ള വിടവുകൾ വരാൻ തുടങ്ങും. ഈ സമയത്തും ചന്ദ്രന് എന്താണ് സംഭവിച്ചതെന്ന് മനുഷ്യർക്കാർക്കും അറിയില്ല. ഇത് വല്ല ഗ്രഹണമോ അതോ കറുത്ത വാവോ ആയിരിക്കും, അത് കുറച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരും എന്നൊക്കെയായിരിക്കും മനുഷ്യൻ ചിന്തിക്കുക. പക്ഷെ സമയം മുന്നോട്ട് പോകും തോറും ചന്ദ്രൻ ഇല്ലാത്തതിനാൽ ഭൂമിയിലെ പല ഭാഗത്തും ഇരുട്ടു കൂടി വരുമ്പോൾ ഈ സമയത്ത് മനുഷ്യരെല്ലാം പാനിക്കായി പരിഭ്രാന്തതയാകാൻ തുടങ്ങും. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പലരും ഇതാ ലോകാവസാനം അടുത്തു എന്നൊക്കെ പറഞ്ഞ് കിട്ടിയ വെളിച്ചവും എടുത്ത് വീടുകളിൽ നിന്നെല്ലാം ഇറങ്ങി ഓടാൻ തുടങ്ങും. റോഡുകളിൽ പാർക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങളുടെ വെളിച്ചവും ചെറിയ ടോർച്ച് ലൈറ്റുകളുടെ വെളിച്ചം മാത്രമായിരിക്കും ഈ സമയത്ത് നഗരങ്ങളിൽ ഉണ്ടാവുക. ഈ സമയത്ത് രാജ്യങ്ങളിലെ ഗവൺമെന്റുകളെല്ലാം ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിലും ആ ഒരു സമയത്ത് ഗവൺമെന്റുകൾക്ക് ആളുകളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ലോകത്തുള്ള എല്ലാ ഗവൺമെന്റുകളും മാറി മറയും. വാർത്താവിനിമയ സംവിധാനങ്ങളായ ഇന്റർനെറ്റും സാറ്റലൈറ്റും ഇതോടുകൂടി പ്രവർത്തനരഹിതമാകും. അങ്ങനെ ചന്ദ്രൻ ഇല്ലാതായി 3-4 മണിക്കൂർ കഴിയുന്നതോടുകൂടി ഭൂമിയുടെ സ്ഥിതി വീണ്ടും രൂക്ഷമായി തുടങ്ങും. ചന്ദ്രൻ ഇല്ലാതായതോടുകൂടി ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത പതിയെ കൂടി വരാൻ തുടങ്ങും. ഇതോടുകൂടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള രാജ്യങ്ങളിൽ 300 കിലോമീറ്റർ വേഗത്തിലുള്ള ചുഴലിക്കാറ്റുകൾ വീശുന്നുണ്ടാകും. ഇതിലകപ്പെട്ട് വൈദ്യുതി ടവറുകൾ, ലൈനുകൾ എന്നിവയെല്ലാം തകർന്ന് താഴേക്ക് വീഴും. ഇതോടുകൂടി എന്നേക്കുമായി ഭൂമിയിലെ വൈദ്യുതി ഇല്ലാതാകും. വെളിച്ചമില്ലാത്തതിനാൽ ഇരുട്ടു കൂടി വന്നതോടുകൂടി ആളുകളെല്ലാം വെളിച്ചത്തിനായി മെഴുകുതിരികൾ, ടോർച്ചുകൾ, ബാറ്ററികൾ എന്നിവയെല്ലാം വാങ്ങാനായി കടകളിൽ തിരഞ്ഞു നടക്കും. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭീതിജനകമായ ഒരു രാത്രിയായിരിക്കും അത്. എന്നാൽ ഇതേ സമയത്ത് ശാസ്ത്ര ലോകത്തിന്റെ ബഹിരാകാശത്തുള്ള റഡാറിൽ നിന്നും ഉപഗ്രഹങ്ങളിൽ നിന്നുമുള്ള സാറ്റലൈറ്റ് വിവരങ്ങൾ എന്നേക്കുമായി നിലക്കും. തുടക്കത്തിൽ ഇതൊരു സാങ്കേതിക തകരാറായിരിക്കുമെന്നാണ് ശാസ്ത്രം കരുതുക. എന്നാൽ പിന്നീട് സമയം മുന്നോട്ട് പോകും തോറും ശാസ്ത്രജ്ഞർ ലോകത്തിലെ മറ്റു ശാസ്ത്ര ലോകവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ചന്ദ്രൻ ശരിക്കും അവിടെ ഇല്ല എന്ന് മനസ്സിലാകും. തുടർന്ന് എല്ലാ ശാസ്ത്രജ്ഞരും ഒരുമിച്ച്
ഇരുന്ന് എന്താണ് സംഭവിച്ചതെന്ന്, എന്താണ് ചന്ദ്രന് ഇല്ലാതായതെന്ന് പഠിക്കാൻ തുടങ്ങും. സമയം ഇങ്ങനെ 24 മണിക്കൂർ പിന്നിടുമ്പോൾ ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത മുമ്പ് പറഞ്ഞതിനേക്കാൾ വല്ലാതെ കൂടിയിട്ടുണ്ടാകും. ഇത് കാരണമായി ഭൂമിയുടെ ഒരു ദിവസം 15 മണിക്കൂർ മുതൽ 18 മണിക്കൂറായി ചുരുങ്ങിയിട്ടുണ്ടാകും. ഇത് കാരണമായി ഭൂമിയുടെ പല ഭാഗങ്ങളിലും ശക്തമേറിയ കൊടുങ്കാറ്റും വീശുന്നുണ്ടാകും. ഇതിലകപ്പെട്ട് പല ഉയരം കൂടിയ കെട്ടിടങ്ങളും മരങ്ങളുമെല്ലാം തകർന്നു വീഴും. വൈദ്യുതിയും ഇന്റർനെറ്റും ഇല്ലാത്തതിനാൽ കൊടുങ്കാറ്റും കടൽക്ഷോഭവും കാരണമായി ധാരാളം കൃഷിപ്പാടങ്ങൾ നശിക്കും. ഇത് കാരണമായി മനുഷ്യരെല്ലാം ഭക്ഷണത്തിനായി വലിയ ബുദ്ധിമുട്ടുകൾ നേരിടാൻ തുടങ്ങും. ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ചന്ദ്രൻ ഇല്ലാതായി ഒരു മാസം പിന്നിടുമ്പോൾ ഭൂമിയിലെ മനുഷ്യനും ജീവജാലങ്ങളും വലിയ പ്രതിസന്ധിയിലായിരിക്കും. ദിവസത്തിന്റെ നീളം കുറഞ്ഞതോടുകൂടി ഭൂമിയിലെ മനുഷ്യർക്കും ജീവികൾക്കുമെല്ലാം എപ്പോഴാണ് ഉറങ്ങേണ്ടതെന്നും എപ്പോഴാണ് ഉണരേണ്ടതെന്നുമുള്ള ഇത് കാരണമായി മനുഷ്യരിൽ പല രീതിയിലുമുള്ള മാനസിക രോഗങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. ഇതുപോലെ തന്നെ കരപ്രദേശങ്ങളിലെ പോലെ തന്നെ സമുദ്രങ്ങളിലും ഒരു മാസം പിന്നിടുമ്പോൾ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാകും. ചന്ദ്രൻ ഇല്ലാതായതോടുകൂടി കടലിന്റെ താപനിലയിലും ഓക്സിജന്റെ അളവിലും വലിയ വ്യത്യാസങ്ങൾ വരും. ഇതോടെ ചെറുതും വലുതുമായിട്ടുള്ള കടലിലെ മത്സ്യങ്ങളും മറ്റു ജീവികളും വെള്ളത്തിന് മുകളിൽ ചത്തു പൊങ്ങാൻ തുടങ്ങും. ഇങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ ഭൂമിയിലെ വലിയൊരു വിഭാഗം മനുഷ്യനും പട്ടിണിയും മാനസിക രോഗങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും കാരണമായി മരണപ്പെട്ടിട്ടുണ്ടാകും. പിന്നീട് ഇതിൽ നിന്നും ബാക്കിയാവുക പ്രത്യേകം ഭൂഗർഭ അറകളിലോ പ്രത്യേക സുരക്ഷാ കേന്ദ്രങ്ങളിലോ ഒളിച്ചിരിക്കുന്ന ആളുകൾ മാത്രമായിരിക്കും. ഭൂമിയെ 23.5 ഡിഗ്രി ചെരിവിൽ ഒരു ഗൈറോസ്കോപ്പ് പോലെ നിർത്തിയിരുന്നത് ചന്ദ്രനായിരുന്നു. എന്നാൽ പെട്ടെന്ന് ചന്ദ്രൻ ഇല്ലാതായി ഒരു വർഷം പിന്നിടുമ്പോൾ ഭൂമി ഒരു പമ്പരത്തിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങും. ഇതോടുകൂടി ഭൂമിയിലെ കാലാവസ്ഥയിലെല്ലാം വലിയ വ്യതിയാനങ്ങൾ വരാൻ തുടങ്ങും. സാധാരണ വർഷത്തിൽ ഒരു തവണ വേനൽക്കാലമാണെങ്കിൽ ഇവിടെ ഈ അവസ്ഥയിൽ ഓരോ മാസവും കാലാവസ്ഥകൾ മാറാൻ തുടങ്ങും. ഇതിനിടയിൽ ഭൂമിയുടെ പല രാജ്യങ്ങളിലും ശക്തമായ മഞ്ഞു വീഴ്ചയും ഉണ്ടായിട്ടുണ്ടാകും. ഇതിലൂടെയെല്ലാം ഈ പറഞ്ഞ എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിലും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കൃഷിയും നശിച്ചു പോകും. നമ്മൾ ജീവിച്ചിരുന്ന ആ പഴയ ഭൂമിയുടെ ഒരു അടയാളം പോലും കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ അവസ്ഥയിൽ ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത മുമ്പ് പറഞ്ഞതിനേക്കാൾ ഇരട്ടിയായിട്ടുണ്ടാകും. ഒരു ദിവസം വെറും 6 മണിക്കൂർ മുതൽ 8 മണിക്കൂറായി ചുരുങ്ങിയിട്ടുണ്ടാകും. ഇതിലൂടെ വളരെ പെട്ടെന്ന് രാത്രി ആവുകയും നേരം വെളുക്കുകയും ചെയ്യും. ഭൂമിയിലെ അച്ചുതണ്ടിന്റെ വ്യതിയാനം കാരണം വടക്ക് തെക്കുമുള്ള ധ്രുവങ്ങളിൽ ശക്തമേറിയ മഞ്ഞ് വീഴ്ചകൾ ഉണ്ടാവാൻ തുടങ്ങും. ഇതിലൂടെ ആ ഒരു ഭാഗത്തുള്ള അധിക പ്രദേശങ്ങളും കിലോമീറ്ററുകളോളം നീളത്തിൽ മഞ്ഞ് വീണ് മഞ്ഞിനടിയിലായിട്ടുണ്ടാകും. ഇത്തരമൊരു സമയം എത്തുമ്പോഴേക്കും ഭൂമിയിൽ ബാക്കിയുള്ള 95% മനുഷ്യരും ജീവികളും എന്നേക്കുമായി വംശനാശം സംഭവിച്ച് ഇല്ലാതായിട്ടുണ്ടാകും. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ചന്ദ്രൻ ഇല്ലാതായി ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഭൂമിക്ക് പുറത്തായിട്ട് ബഹിരാകാശത്തും ചന്ദ്രൻ ഇല്ലാത്തതിനാൽ ഒരുപാടധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാകും. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരു സയന്റിഫിക് സിനിമയെ പോലുള്ള കഥ മാത്രമാണ്. പക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു നിമിഷം വെച്ചുകൊണ്ട് ചന്ദ്രൻ ഇത്തരത്തിൽ അപ്രതീക്ഷിതമാകാനുള്ള ഒരു സാധ്യത വളരെ 0% സാധ്യത മാത്രമാണ്. നമ്മൾ സിനിമകളിൽ കാണുന്നത് പോലെ ചന്ദ്രൻ ഏതെങ്കിലും ഒരു വലിയ ബ്ലാക്ക് ഹോളിലേക്കോ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ വന്ന് ചന്ദ്രനെ നശിപ്പിച്ച് അതുവഴി ഭൂമിയെയും നശിപ്പിക്കുക എന്നൊക്കെ വെറും ഒരു സാങ്കല്പിക കഥ മാത്രമാണ്. അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി എങ്ങാനും ഒരു ദിവസം ഇത്തരം ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ആദ്യം ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.